മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വിതരണ ശൃംഖലകളെ ബാധിച്ചതിനാൽ 2020 ഓഗസ്റ്റിന് ശേഷം ആദ്യമായി സൗദി അറേബ്യയുടെ എണ്ണ ഇതര സ്വകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ മാർച്ചിൽ ചുരുങ്ങി. ചില സ്ഥാപനങ്ങൾ കയറ്റുമതി പൂർണ്ണമായി നിർത്തിവെച്ചതായും മറ്റു ചിലർ വലിയ ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായുമാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമായതോടുകൂടി വിതരണ ശൃംഖലകളെ അടക്കം അത് ബാധിച്ചിരുന്നു. 2020 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ എണ്ണ ഇതര സ്വകാര്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ മാർച്ചിൽ ചുരുങ്ങിയത്. ഒരു ബിസിനസ് സർവേയിലായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. മാർച്ച് മാസത്തിൽ വലിയ വ്യത്യാസങ്ങൾ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഫെബ്രുവരിയിൽ 56.1 നിന്ന് മാർച്ചിൽ 48.8 കുറഞ്ഞത്. 2020 ഓഗസ്റ്റിൽ കോവിഡ് മഹാമാരി ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ സ്തംഭിപ്പിച്ചതിനു ശേഷം ആദ്യമായി ഉൽപാദനവും പുതിയ ഓർഡറുകളുമൊക്കെ ചുരുങ്ങിയിരുന്നു. ഫെബ്രുവരിയിലെ 61.8 നിന്ന് മാർച്ചിലെ പുതിയ ഓർഡറുകളുടെ ഉപസൂചി 45.2 കുറഞ്ഞു. കയറ്റുമതി ആവശ്യം കുത്തനെ ദുർബലമായിരുന്നു. പുതിയ കയറ്റുമതി ഓർഡറുകൾ ഏകദേശം 6 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. ചില സ്ഥാപനങ്ങൾ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവെച്ചതായും മറ്റു ചിലർ വലിയ ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ഒക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡിമാൻഡ് ദുർബലമായപ്പോഴും വിതരണ ബുദ്ധിമുട്ടുകൾ രൂക്ഷമായിരുന്നു. സംഘർഷം മൂലം ഹോർമുസ് ജലപാത ഫലപ്രദമായി തടസ്സപ്പെട്ടിരിക്കുമ്പോഴും ഈ സാഹചര്യം ഇങ്ങനെ തന്നെ തുടർന്നേക്കും. 2020 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ദുർബലമായിട്ടും അടുത്ത 12 മാസത്തേക്ക് ബിസിനസ് പ്രതീക്ഷകൾ മൊത്തത്തിൽ പോസിറ്റീവായി തുടർന്നിരുന്നു. ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും സർക്കാർ ചിലവുകൾ, അടിസ്ഥാന സൗകര്യ വികസനം, ദീർഘകാല അടിസ്ഥാനത്തിൽ ഡിമാൻഡ് മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ആത്മവിശ്വാസം പുലർത്തുന്നുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.